മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമത്തിലാണ് കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഇത്തരം കുട്ടികൾക്ക് വേണ്ടി ഒരു വിദ്യാലയം തന്നെ സ്ഥാപിച്ചാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനം. അത്തരം പ്രവർത്തന മികവും കൂടി കണക്കിലെടുത്താണ് കോട്ടയം ജില്ലയിലെ ഈ പഞ്ചായത്ത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്തായി ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടത്. പഞ്ചവങ്കാട്ടിലെ കൊച്ചു തത്തേ പഞ്ചവർണ്ണ കിളി പൂന്താത്തേ പുഞ്ചിരി തൂകി വരുമോദി കൊഞ്ചി കൊഞ്ചി വരുമോദി. പഞ്ചവർണ്ണ തത്തയെ പോലെ പുഞ്ചിരി തൂകി പറന്നുയരാൻ പരിശ്രമിക്കുകയാണ് വെളിയന്നൂർ പഞ്ചായത്തിലെ ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾ. അത്തരം മികവാർന്ന പ്രവർത്തനങ്ങൾ കൂടി കണക്കിലെടുത്താണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള അംഗീകാരം ഇവരെ തേടിയെത്തിയത്. വീടിന്റെ ചുമരുകളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത്. സ്വന്തം മക്കളെ പോലെയാണ് ഇവിടുത്തെ ജീവനക്കാർ കുട്ടികളെ പരിചരിക്കുന്നത്. മോള് മേടിക്കാം നമുക്ക്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അക്കാഡമിക് നോൺ അക്കാഡമിക് പ്രവർത്തനങ്ങൾ കൊടുക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം. ഇനി അവരെ ഇപ്പോൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക, അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായ കാര്യം. ഫുൾ ടൈം തന്നെ അമ്മമാരുടെയും ഞങ്ങൾ സ്റ്റാഫിനോടൊപ്പം തന്നെ അമ്മമാരുടെയും കൂടെ ഒരു സേവനം നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു സ്കൂളിൻ്റെ ഒരു ഇതിനേക്കാൾ ഉപരി നമ്മളൊരു ഫാമിലി അറ്റ്മോസ്ഫിയറിലാണ് ഇവിടെ പോകുന്നത്. പൊതുജന പങ്കാളിത്തത്തോടെയാണ് സ്കൂളിൻ്റെ പ്രവർത്തനം. നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന കുട്ടികളുടെ അവരുടെ അമ്മമാരുടെ അടക്കം രാവിലത്തെയും ഉച്ചക്കത്തെയും ഭക്ഷണം അടക്കം ഇവിടെ നിന്ന് തന്നെ കൈകാര്യം ചെയ്യുകയാണ്. അത് വികസന മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ കൂടി സഹായത്തോടു കൂടി പൊതുജനങ്ങളിൽ നിന്നും പഞ്ചായത്തിൻ്റെ കൂടി സഹകരണത്തോടു കൂടി ഫണ്ട് കണ്ടെത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സ്കൂളിനോടനുബന്ധിച്ച് അമ്മമാർക്കായി കനിവെന്ന പേരിൽ പേപ്പർ വസ്തുക്കളുടെ നിർമ്മാണ യൂണിറ്റുമുണ്ട്. മക്കൾ ക്ലാസ്സുകളിൽ കഴിയുമ്പോൾ അമ്മമാർ ഇവിടെ പേപ്പർ വസ്തുക്കൾ നിർമ്മിക്കുന്ന തിരക്കിലാണ്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.